ചെന്നാ കള്ളൻ ചെന്നെങ്കിൽ ആ മാല അവർക്കത് കിട്ടി. അത് ഭയങ്കര അതിശയം. മനസ്സിലെ ഭക്തി കൊണ്ട് വിളിച്ചാൽ ദേവി ആ വിളിപ്പുറത്ത് വരും. അത് മണ്ണ് കൊണ്ടുവന്ന് ദേവിയുടെ അടുത്ത് പൂജിച്ചു കഴിഞ്ഞാൽ, ഉൽപ്പന്നം ഉദ്ദേശിച്ച് പൂജിച്ചു കഴിഞ്ഞാൽ അത് നടന്നതായിട്ട് അനുഭവം പറഞ്ഞു. പെട്ടെന്ന് തന്നെ എന്തെല്ലാം ഇവിടെ ഞാൻ നേർന്നിട്ടുണ്ടോ, ആർക്ക് വേണ്ടി നേർന്നിട്ടുണ്ട്, എല്ലാ ഭഗവതി സാധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ രേവതി. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കാഞ്ഞിരമറ്റത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വിത്തേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാഞ്ഞിരമറ്റത്ത് പ്രകൃതിരമണീയമായൊരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് വിത്തേരിക്കാവ് ഭഗവതി ക്ഷേത്രം. വെട്ടിമരത്തിൽ പ്രതിഷ്ഠയുള്ള ഈ ഒരു അത്യപൂർവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ഭദ്രകാളി ദേവിയാണ്. ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ പറയാനായിട്ട് നമ്മോടൊപ്പം ഉള്ളത് ക്ഷേത്രത്തിന്റെ മേൽശാന്തി വിവേകാനന്ദൻ നമ്പൂതിരിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. ക്ഷേത്രത്തിന്റെ ഐതിഹ്യം: പണ്ട് ഒരു നമ്പൂതിരി ഇവിടെ വന്ന് മരച്ചുവട്ടിൽ വിശ്രമിച്ചെന്നും എന്നിട്ട് അവിടെ നിന്ന് അദ്ദേഹം പോയപ്പോൾ ഭഗവതി ഇവിടെ കുടികൊണ്ടു. അത് ഭക്തജനങ്ങൾ അറിഞ്ഞ് പൂജകൾ നടത്തി അങ്ങനെ ഒരു ഇതായെന്നാണ്. അപ്പോൾ ആ മരത്തിൽ ആദ്യമായിട്ട് പ്രതിഷ്ഠ എങ്ങനെയാണ് വയ്ക്കുന്നത്? ആദ്യമായിട്ടൊരു വെറുതെ ഒരു കല്ലിലായിരുന്നു. അത് പിന്നെ ഒരു വേറെ പ്രതിഷ്ഠ നടത്തിയ തന്ത്രി വന്നിട്ട് ഒരു വാൾക്കണ്ണാടിയിലായിരുന്നു പ്രതിഷ്ഠ. അത് കഴിഞ്ഞ് ഇപ്പോൾ അത് രൂപത്തിൽ തന്നെ പ്രതിഷ്ഠയായി. ഇപ്പൊ ഒരു വിഗ്രഹമായിട്ട് തന്നെ. വെട്ടിമരം ഇപ്പോഴും പൂർവ്വസ്ഥിതിയിൽ തന്നെ നിലവിൽ. അപ്പൊ വെട്ടിമരത്തില് ഒരു വിഗ്രഹം വെച്ചിട്ട് അതിലാണ് പ്രതിഷ്ഠ. അത് വളരെ ഒരു പ്രത്യേകതയുള്ളതാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ നമ്മൾ കാണാത്തത്. ഇത്രയും വർഷമായിട്ട് ഭഗവതിനെ എന്നും കണ്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ തിരുമേനിക്ക് നേരിട്ട് എന്തെങ്കിലും ഒരു ഭഗവതിയുടെ ഒരു അനുഭവം, സാന്നിധ്യം തോന്നി അങ്ങനത്തെ ഒരു സാന്നിധ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരു ശാന്തിക്കാരന് പാടില്ലാത്താണെങ്കിൽ നമ്മൾ എന്ത് മനസ്സിൽ ഉദ്ദേശിച്ചാലും അത് ദേവി നടത്തി തരും. അതൊരു വളരെ ഭക്തജനങ്ങൾക്കും അതുപോലെ തന്നെ. എനിക്ക് അപ്പൊ നമ്മുടെ ഒപ്പം ഉള്ളത് ഭഗവതിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന, രാവിലെ മുതൽ പൂമാല കെട്ടുകയും ദേവിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ഭക്തയാണ് ഗീത എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പം എന്താണ് ഇത്രയും കൊല്ലമായിട്ട് ഭഗവതിയുടെ കൂടെ തന്നെ രാവിലെ വൈകുന്നേരം ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുണ്ട് അല്ലേ? ഉണ്ട്. അപ്പം എന്താണ് ഒരു അനുഭവം? അനുഭവം എന്ന് പറഞ്ഞാൽ, നമ്മ എവിടെ ഒരു ബാങ്കിൽ ചെല്ലട്ടെ, ഒരു തടസ്സം വന്ന അമ്മേന്ന് വിളിച്ചാൽ മതി, അപ്പം അമ്മ മുമ്പിൽ വരും. അത് ഭയങ്കര അനുഭവമാണ് എനിക്ക്, എന്നെ സംബന്ധിച്ച്. എന്താണ് ജീവിതത്തിലെ ഒരു മറക്കാനാവാത്തൊരു അനുഭവം ഉണ്ടോ? ഇപ്പം ഒരു മോനേ ഉള്ളൂ. അപ്പം മോന് ഇപ്പം ഇതിൻ്റെ പാസ്പോർട്ടിൻ്റെ ഒരു ഇത് വന്നു. അപ്പോൾ ഞാൻ തിരുമേനോട് വന്നു, തിരുമേനി പാസ്പോർട്ട്. അപ്പം പെട്ടെന്ന് കിട്ടാൻ വേണ്ടി വിദേശത്ത് പോകാൻ വേണ്ടി പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഞങ്ങളിവിടെ ഭർത്താവ് വേഗം പട്ടും മാലയും നേർന്നു. ഞങ്ങൾ തന്നെ കിട്ടണം. പട്ട് ഇവിടുന്ന് മേടിച്ച് മാലയും നടക്കിൽ വെച്ച് പിറ്റേ ദിവസം കേട്ട് ഒരു തടസ്സമില്ലാതെ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ സെറ്റാക്കി വെച്ചു. അതെ, ഭഗവതിനെ ശരിക്കും ഭക്തി കൊണ്ട് വിളിക്കണം നമ്മൾ. മനസ്സിലെ ഭക്തി കൊണ്ട് വിളിച്ചാൽ ദേവി ആ വിളിപ്പുറത്ത് വരും. അത് എത്ര ദൂരെ നിന്ന് ആൾക്കാർ വിളിച്ചാലും ആ വിളിപ്പുറത്ത് വരും. പിന്നെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വയ്യായിക്ക് എന്തെങ്കിലും പൈസ തടസ്സങ്ങളുണ്ടെങ്കിൽ നമ്മൾ തിരുമേനിയോടൊന്ന് പറയും. തിരുമേനി അകത്തേറുമെന്ന് പ്രാർത്ഥിക്കണം. മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേക്ക് എന്ന് പറയാം. തിരുമേനി ഏറ്റെന്ന് പറയും. അത് ഏറ്റത് തന്നെ. ഇവിടുത്തെ തിരുമേനി ഇരിക്കുന്ന ആ ഗുരുതി ഉണ്ടല്ലേ, രണ്ടാമത്തെ പൂജയുടെ ഗുരുതി തന്നെ ഭയങ്കര അതിശയമാണ് ഇവിടുത്തെ ഗുരുതി. പിന്നെ പട്ടും താലിയും, കല്യാണം നടക്കാൻ വേണ്ടി പട്ടും താലിയും വാള് ചിലമ്പ് എല്ലാവരും നേരും. ആരെല്ലാം എന്തെല്ലാം നേർന്നിട്ടുണ്ട് എല്ലാവർക്കും ഇതാവും. അങ്ങനെ ആരുടെങ്കിലുമൊക്കെ കളവ് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് ഭഗവതിക്ക് എന്തെങ്കിലും നേർന്നാൽ മതി. എന്താണ് മനസ്സിൽ നേരണം, അത് ചെറിയ വഴിപാടാണെങ്കിലും ദേവി താമസിക്കാതെ അവരെ അടുത്ത് തന്നെ കൊണ്ടുവന്നിട്ട് കൊടുക്കും. അതാണ് ഈ അമ്പലത്തിലെ പ്രത്യേകത തന്നെ. ഇവിടെ അമ്പലത്തിൽ തൊഴാൻ വന്നതാ. അപ്പൊ അവര് തിരുമേനോട് ഇങ്ങനെ പറഞ്ഞ എന്റെ മാലയൊക്കെ പോയ കാര്യമൊക്കെ പറയണ ഞാൻ കേട്ടു. അപ്പൊ ഞാൻ മാല നഷ്ടപ്പെട്ടു. ഒരു ആൾ എടുത്തുകൊണ്ട് പോയതാ. അത് ഏതാണെന്ന് അറിയാൻ പാടില്ല. അപ്പൊ കുറേ ദൂരം ഇങ്ങനെ കഴിഞ്ഞു. അപ്പൊ അവര് അമ്പലത്തിൽ വന്ന് തിരുമേനോട് പറയാനായിട്ട്. അപ്പൊ ഞാനിങ്ങനെ വെറുതെ പറഞ്ഞു, അത് കുഴപ്പമില്ല, ഭഗവതി കേട്ടിട്ടുണ്ടത്. തിരുമേനോട് എന്ത് പറഞ്ഞാലും ഭഗവതി കേൾക്കുമല്ലോ. ഞങ്ങൾ എന്തെങ്കിലും പറയാൻ തിരുമേനോട് പറഞ്ഞ ഭഗവതി കേൾക്കും. അപ്പോൾ അത് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ അത് അതുപോലെ തന്നെ കിട്ടിയത്. എത്ര ദൂരം അവിടെ ബാംഗ്ലൂരൊക്കെ കറങ്ങി ചെന്ന് ആ കള്ളൻ ചെന്നെങ്കിൽ ആ മാല അവർക്കത് കിട്ടി. അത് ഭയങ്കര അതിശയം തന്നെയല്ലേ അതൊക്കെ. ആ ഭഗവതിക്ക് ഇത്. പിന്നെ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും അതെ, എല്ലാവരും വഴിപാട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നേട്ടം. ദൂരെ നിന്ന് പോയ ആൾക്കാർ. എന്താ പ്രധാനമായിട്ട് എന്ത് കാര്യസാധ്യത്തിന് ആൾക്കാർ ചെയ്യാറുണ്ട്? ഇത് വിവാഹം നടത്താൻ വേണ്ടി പട്ടും താലിയും വെക്കും നടക്കല്. പിന്നെ ഭയങ്കര സ്ഥലക്കച്ചവടവും ഭയങ്കര, അത് അവരുടെ ഭക്തി എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അവർ വാളും ചിലമ്പൊക്കെ ഉത്സവത്തിന് മാലകൾ എല്ലാം സമർപ്പിക്കണേ. അവരുടെ സാധ്യത എന്താ? ഇപ്പം നമ്മളോട് തന്നെ വന്ന് ചോദിക്കും, അയ്യോ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പോകാനുണ്ടല്ലോ, എവിടെയെങ്കിലും തടസ്സങ്ങൾ വരും, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ തിരുമേനോട് ഒന്ന് ചോദിക്കും. തിരുമേനി നമ്മൾ ഓരോരുത്തരുടെ സാമ്പത്തികം അനുസരിച്ച് തിരുമേനി ആ വഴിപാട് അതായാലും മതി എന്ന് പറയും. ഇതൊരു പ്രധാന പ്രതിഷ്ഠ എന്താണ്?
ഭദ്രകാളിയാണ്. ഭദ്രകാളി വെച്ചിട്ടാണ് പൂജ നടത്തുന്നത്. പിന്നെ ദുർഗയുടെ സാന്നിധ്യവും ഉണ്ട്. പൂജ നടക്കുന്നത് ഭദ്രകാളിക്കാണ്. ഭദ്രകാളി കളമെഴുത്തുപാട്ടും ചെയ്യുന്നുണ്ട്. അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? അത് പാട്ട്, കളവെഴുത്ത് പാട്ട് ഇപ്പൊ 20-21 ഓരോരുത്തർ നടത്തും. അപ്പൊ ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ തന്നെ വിവാഹം നടക്കാതിരുന്നിട്ട് നടക്കാൻ വേണ്ടിയാണ് അവരായി ഇത് വിവാഹം നടക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. പിന്നെ മുടങ്ങിപ്പോയത്, പിന്നെ ചിലർ സ്ഥലം മേടിക്കുക, ചിലർക്ക് വീടില്ല, സ്ഥലം മേടിച്ചിട്ട് കുറെ താമസം വന്നി. അപ്പൊ ഞങ്ങൾ ഒരു കളവെഴുത്തും പാട്ട് നടത്താന്ന് പറയും. അപ്പൊ ഇവിടെ കളവെഴുത്തും പാട്ടിന് അവര് വന്ന് ദക്ഷിണ വെച്ച് കളവെഴുതി അവര് താലം ഉണ്ടാവും. ഇവിടുന്ന് അകത്തുനിന്ന് പുറത്തേക്ക് താലം ഇറങ്ങും. അപ്പൊ ആ താലം പിടിച്ച് ഇത് ചുറ്റിട്ട് 3 വലത്തിടും. പിന്നെ അത് കുറെ നേരം ഇവിടെ നിൽക്കും, 1 മണിക്കൂറോളം നിൽക്കും. വേറെ അമ്പലങ്ങളിൽ ഞാൻ അത് കണ്ടിട്ടില്ല. കൂട്ടുകാരൊക്കെ പറഞ്ഞു വിടും, എടാ ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ ഇതൊക്കെ ഉണ്ട്, ഈ ജപ്തിയൊക്കെ വന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് ഇന്ന് നീങ്ങിക്കിട്ടാൻ എന്തെങ്കിലും ഇവിടെ വഴിപാട്. അത് അന്യാധികാരം മതക്കാരാണ് പറയണത്. അപ്പൊ ഞാൻ പറയും അത് തിരുമേനോട് ചോദിച്ചിട്ട് പറയാ, അല്ലെങ്കിൽ പട്ടും ഇതും വെച്ചാൽ മതി, അല്ല കടുംപായസം നടത്തടാന്ന് പറയാം. അപ്പൊ എൻ്റെ തന്നുവിടും. ഞാൻ അങ്ങനെ എന്തെല്ലാം ഇവിടെ ഞാൻ നേർന്നിട്ടുണ്ടോ, ആക്ക് വേണ്ടി നേർന്നിട്ടുണ്ട്, എല്ലാ ഭഗവതി സാധിച്ചിട്ടുണ്ട് നടത്തി. ഇന്നലെ വരെയുള്ള കാര്യങ്ങളും അങ്ങനെ തന്നെ. വിളിച്ച് നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു പോയാൽ എന്ത് കാര്യം സാധിക്കും, അത് ഓക്കെയാ. നമുക്കത് വേറെ വെച്ചിരിക്കാനൊന്നും ഒരാളോട് നമുക്ക് പറയാൻ പറ്റൂല. അത്ര ഭക്തിയാ ദേവി. അവിടെ വരും. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇപ്പൊ പല ഭക്തരും വിഷമങ്ങളും എന്ന് പറയാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു ഭക്തൻ വന്നിട്ട് ഇങ്ങനെ വസ്തു വിൽപ്പന സംബന്ധിച്ച് പറഞ്ഞിട്ട് വസ്തു വിൽപ്പന നടക്കുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ് ഇവിടെ മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ പൂജിച്ച് കഴിഞ്ഞപ്പോൾ അത് നടന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിൽപ്പന നടന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ഒരു മണ്ണ് കൊണ്ടുവന്ന് ദേവിയെടുത്ത് പൂജിച്ചു കഴിഞ്ഞാൽ, വിൽപ്പന ഉദ്ദേശിച്ച് പൂജിച്ചു കഴിഞ്ഞാൽ അത് നടന്നതായിട്ട് അനുഭവം പറഞ്ഞു. പെട്ടെന്ന് തന്നെ നടന്നു. അത് വലിയൊരു കാര്യമാണ്. കാര്യം ഒരുപാട് ആൾക്കാർക്ക് ഇപ്പൊ പറഞ്ഞ സ്ഥലം വിൽക്കാതെയൊക്കെ വിഷമിക്കുന്ന ആൾക്കാരുണ്ടാവും. ഉണ്ട്. വേറെ വിവാഹം നടക്കാത്ത പെൺകുട്ടികളുടെ ആയാലും ആൺപിള്ളേരെ ആണെങ്കിലും വന്നിട്ട് സ്വയംവര പുഷ്പാഞ്ജലിയും ദേവീ കവച മന്ത്രവും ചെയ്തു കഴിയുമ്പോൾ അത് നടന്നതായിട്ടും ഒത്തിരി അനുഭവങ്ങളുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന ഒരു കാര്യമാണ് ചിലമ്പ്, വാളം ചിലമ്പ്. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? വാളം ചിലമ്പും ഭഗവതിക്ക് ആഭരണം എന്നാണല്ലോ പറഞ്ഞത്. വാളും ചിലമ്പ് അത് വന്നിട്ട് ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന ഒരു പ്രത്യേക വഴിപാടാണ്. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്യാറ്? അതും ഇതുപോലെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ്. കൂടുതലും വിവാഹ ആവശ്യവും അല്ലെങ്കിൽ വസ്തുവിന്, പിന്നെ ചില കുടുംബ ഐക്യതക്കുറവ് പരിഹരിക്കാൻ, ബിസിനസ് കാര്യങ്ങൾക്കും ചെയ്യാറുണ്ട്. ബിസിനസ് കുറച്ചുകൂടി നന്നാവാൻ വേണ്ടിയിട്ട്, ഉന്നതിയിലെത്താൻ വേണ്ടിയിട്ട് അതും ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് വാളും ചിലമ്പ് സമർപ്പിക്കും. ഉണ്ട്, ചെയ്യാറുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളിയാണ്. ഭദ്രകാളി ദേവി എന്ന് പറഞ്ഞാൽ ഉഗ്രമൂർത്തിയാണ്, രൗദ്രഭാവമാണ്. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും ഒരു തിരുമേനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഭഗവതിയുടെ ഒരു ഭഗവതി ഞങ്ങൾ പൂജിക്കുന്ന സമയത്ത് വളരെ സൗമ്യമായിട്ടുള്ള ഭഗവതിയാണ് കാണുന്നത്. അല്ലാതെ ഇപ്പോൾ രൗദ്രഭാവം തന്നെയാണ് വരാറുണ്ട്. അപ്പൊ അത് എപ്പോഴായിരിക്കും? അത് ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ കളയെഴുത്തും പാട്ടും തുടങ്ങി കഴിയുമ്പോൾ മുടിയേറ്റ് കഴിയുന്നവരെ, മുടിയേറ്റ് കഴിഞ്ഞ് 7-ാം കുരുതി വരെ ഭഗവതി രൗദ്രഭാവത്തിലാണ് കുട്ടികൾ. അപ്പൊ ആ സമയത്ത് ക്ഷേത്രം 7 ദിവസം മുടിയേറ്റ് കഴിഞ്ഞാൽ 7-ാം ദിവസം പിന്നെ ഗുരുതിക്ക് കൊടുത്ത് ഭഗവതിയെ തൃപ്തിപ്പെടുത്തിയിട്ടേ നട തുറക്കാറുള്ളൂ. അപ്പൊ ആ സമയത്ത് ഇവിടെ ആരും ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കൂടെയോ അല്ലെങ്കിൽ പരിസരത്തേക്ക് ആരും വരാറില്ല. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ദേവീനെ അങ്ങനെ കണ്ടു എന്നുള്ള അനുഭവങ്ങളല്ലോ ഒത്തിരി ഉണ്ട്. നേരത്തെ പറഞ്ഞാൽ ഇപ്പൊ കുറച്ചായിട്ട് അങ്ങനെ പറയണില്ലെങ്കിലും നേരത്തെ ഒത്തിരി ഭക്തജനങ്ങൾ കണ്ട് പേടിച്ചതായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പേടി കിട്ടി ഇങ്ങനെ വെട്ടുകിട്ടുന്നൊക്കെ പണ്ട് രാത്രി ആ ഒരു സമയത്ത് മാത്രം. അതായത് പൊതുവേ ഈ ദേവീ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ, ഉത്സവം കഴിഞ്ഞാൽ ഇത്ര ദിവസത്തില് പോവാൻ പാടില്ല, ദേവിയുടെ ഒരു വിളയാട്ടം, ദേവിയുടെ ഒരു സാമീപ്യമുള്ള സമയമാണ്. അപ്പൊ ആ സമയത്ത് അപ്പൊ അങ്ങനത്തെ ഒരു അനുഭവങ്ങളുണ്ടല്ലേ? ഉണ്ട്. ബുധനാഴ്ച ദിവസം വിദ്യാമന്ത്രം, സാരസ്വത മന്ത്രം ജപിച്ച അർച്ചന, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, പഠിത്തം കുറവുള്ള അത് ചെയ്യാറുണ്ട്. വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അത് ചെയ്യാറുണ്ട്. സാരസ്വത മന്ത്രം അത് ബുധനാഴ്ച ദിവസമാണ് പ്രധാനം. പിന്നെ നമുക്ക് സ്വയംവര പുഷ്പാഞ്ജലി എല്ലാ ദിവസവും ചെയ്യാം. പിന്നെ ദേവി ആയതുകൊണ്ട് തന്നെ ആ ഒരു താലി വഴിപാട് അങ്ങനെയൊക്കെ, പട്ടും താലിയും വഴിപാട്, പട്ടിയാർത്തൽ പ്രധാനമാണ്. അത് പട്ടുയാർത്തൽ ഒരു പ്രധാന വഴിപാടാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഇതുപോലെ വിവാഹാവശ്യത്തിന് വേണ്ടിയിട്ട്. ഉത്സവം ഏത് കാലഘട്ടത്തിലാണ്? ഉത്സവം വരുന്നത് മീനമാസി രേവതിയുടെ എന്നാണ്. അപ്പൊ ഇവിടെ മീനമാസത്തിലെ രേവതിക്കാണ് പ്രാധാന്യം. ഭക്തജനങ്ങളിൽ അങ്ങനെ ജാതിമത ഭേദമന്യേ എല്ലാ ഭക്തജനങ്ങളും വന്ന് വഴിപാട് ചെയ്യാറുണ്ട്. എല്ലാവർക്കും വിശ്വാസമാണ്. രാവിലെ 5:30 തുറന്നു കഴിഞ്ഞാൽ 9 മണി വരെ പൂജ. വൈകുന്നേരം എല്ലാ ദിവസവും ഇല്ല. വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ, പിന്നെ
രേവതി നക്ഷത്രത്തിൽ എല്ലാ മാസത്തിലും രേവതി നക്ഷത്രത്തിലും പൗർണമി നാളിൽ പൗർണമി പൂജ ഉണ്ട്. അപ്പൊ നിത്യപൂജയുള്ള ഒരു ക്ഷേത്രമാണിത്. അതെ, നിത്യപൂജ. ഉത്സവത്തിന്റെ സമയത്തൊക്കെ എങ്ങനെയാണ്? ഭയങ്കര ഒരു ഉത്സവത്തിന്റെ സമയത്ത് ഭഗവതിക്ക് വളരെ സന്തോഷവതിയായിട്ടാണ് കാണുന്നത്. പിന്നെ ഇവിടുത്തെ ദേവിയുടെ പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാണ്? വഴിപാടിപ്പോൾ മുടിയേറ്റ്, പ്രത്യേകിച്ച് കാര്യസാധ്യത്തിന് വേണ്ടി മുടിയേറ്റ് വലിയൊരു വഴിപാടാണ്. പിന്നെ കളയെഴുത്ത് പാട്ട്, അതിങ്ങനെ ഭക്തജനങ്ങൾ വരുന്നതനുസരിച്ച് അതും എല്ലാ വർഷത്തിലും ഒരു പ്രാവശ്യം ഉള്ളത്. അത് ഏത് സമയത്താണ്? ഉത്സവത്തിന് കൂടിയാണ്. മീനമാസി രേവതിയാണ് മുടിയേറ്റ് നടത്തുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ഈ മുടിയേറ്റും കളമെഴുത്തുപാട്ടുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. പിന്നെ ഗുരുതി, നിത്യ പൂജയ്ക്ക് നിത്യമായിട്ട് ഗുരുതി ഉണ്ട്. ഗുരുതി നിത്യപൂജയ്ക്ക് ഉണ്ട്. ഉണ്ട്.